നിങ്ങളുടെ ആ ഒരു ഫ്ലാറ്റ് സ്വന്തമായി കഴിയുമ്പോൾ 3 തരത്തിലുള്ള ആൾക്കാരോട് ഉണ്ടാവും. ഒന്ന്, അവരൊരു മൃഗജീവിതമൊക്കെ ജീവിച്ച് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിക്കുന്നു, ഉറങ്ങുന്നു, എണീറ്റ് പോകുന്നു, ശരീരം അല്ലെങ്കിൽ ആരോഗ്യം ഇതൊന്നും വേണ്ട, സന്തോഷമൊന്നും വേണ്ട, എന്തൊക്കെയോ ഒരു ജീവിതം. അപ്പോൾ അങ്ങനെയുള്ളവരെ ഞങ്ങൾ കട്ട് ചെയ്യും, അവര് ഞങ്ങൾ നന്നാക്കാൻ ശ്രമിക്കില്ല. രണ്ടാമത്തെ ആൾക്കാർ അവർ എന്താണോ ഞങ്ങൾ പറയുന്നത് എക്സാക്ട്, കാരണം ഞങ്ങൾ പറയുന്നത് അവരുടെ നന്മക്കാന്ന് അവർക്കറിയാം, അതുകൊണ്ട് എക്സാക്ട് അവരത് ഫോളോ ചെയ്യും. അപ്പോൾ അവർക്ക് അതിനുള്ള സന്തോഷം, സമാധാനം, ആരോഗ്യം എല്ലാം കിട്ടും, അവരുടെ കുടുംബജീവിതം എല്ലാം പെർഫെക്റ്റ് പക്ക രീതിയിലാവും. പിന്നെ മൂന്നാമത്തെ ആൾക്കാർ തിരക്കല്ലേ, ജോലിക്കാരും തിരക്കൊക്കെ ആയിട്ട് ചെയ്യണമെന്നുണ്ട് പക്ഷെ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഞങ്ങൾ അത് വളരെ വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട്, അതായത് അവരുടെ ഉള്ളംകൈയിൽ കൊണ്ടുപോയി കൊടുക്കാം, എന്നിട്ട് കഴിക്കാൻ പറയുന്ന രീതിയിൽ ഞങ്ങളുടെ എല്ലാവിധ സർവീസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഞങ്ങളുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ആ ഒരു തിയറം. പിന്നെയുള്ള കുറച്ച് പേരുണ്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ്, അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവിധ ജീവജാലങ്ങളും, പക്ഷികളാണെങ്കിലും പുഴുക്കളാണെങ്കിലും എല്ലാം ജീവജാലങ്ങളും എല്ലാം, അത് ആ ഒരു ഫ്ലാറ്റിന്റെ ഒരു ഓറിയന്റേഷൻ ആയിരിക്കും. നിങ്ങൾക്കുള്ള അതേ പ്രാധാന്യം തന്നെ അവർക്കും ഉണ്ടാവണം. ഓക്കെ, അവരെ യാതൊരുവിധ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. അവർ ഒരിക്കലും നിങ്ങളെ ഹാംഫുൾ ആയിട്ട് വരെയില്ല. ഓക്കെ, പാമ്പിന്റെ ഡൗട്ടൊക്കെ ഉണ്ട്, അതെല്ലാം എന്റെ വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പോൾ അതും ഞങ്ങളുടെ കസ്റ്റമേഴ്സ് ആണ്. അപ്പൊ അവർക്കും യാതൊരുവിധ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ വരുത്താൻ പാടില്ല. ഇതെല്ലാം ഞങ്ങളുടെ ആ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം നിങ്ങളുടെ ആ ഒരു വർക്കേഴ്സ് അല്ലെ, ഞങ്ങളുടെ ആ ഒരു എർത്ത് പ്രൊട്ടക്റ്റീവ് വിങ് എന്ന് പറഞ്ഞ ഓഫീസേഴ്സ് അവിടെ ഉണ്ടാവും. അവർ ഓഫീസേഴ്സ് ആയിട്ട് തന്നെ കാണണം, അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ സർവൻസ് അല്ല. അവർ ഈ ഭൂമിയെ സംരക്ഷിക്കാൻ വേണ്ടി റിലാക്സോസിന്റെ ഒപ്പമുള്ള ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, വളരെ വിദ്യാഭ്യാസമുള്ള, വളരെ അറിവുള്ള ആൾക്കാരായിരിക്കും അവർ. അപ്പോൾ അവരെ നിങ്ങൾ ആ ഒരു രീതിയിൽ കാണേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ മാത്രമേ അവിടെ ഒരു നല്ല എനർജി, നല്ലൊരു ഫ്രീക്വൻസി, അതോടൊപ്പം നല്ല വൈബ്രേഷൻ ഒക്കെ ആയിട്ട് നിങ്ങളുടെ ഒരു ലൈഫ് ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ കുട്ടികളെല്ലാം ഞങ്ങൾ പറയുന്ന രീതിയിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എല്ലാം മാറ്റിയിരിക്കണം. ഇല്ലെങ്കിൽ ആ ഒരു മൂന്നാമത്തെ കാറ്റഗറി പോവും, നോ ഇഷ്യൂ. ഞങ്ങൾ ആ ഒരു ആദ്യത്തെ കാറ്റഗറി അല്ലെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറി ആൾക്കാരോട് മാത്രമേ സംസാരിക്കൂ.